ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച്, അത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കാരമൽ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ആദ്യമേ സ്പൂൺ ഇട്ടിട്ട് ഇടയ്ക്ക് എടുക്കരുത്. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതിലേക്ക് സ്പൂണോ തവിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി. ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ പഞ്ചസാരയുടെ തരിയുണ്ട്, അത് നന്നായിട്ട് പോവണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തീ കൂട്ടി വെക്കരുത്. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര നല്ലോണം കയ്പ്പ് വരും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ മെൽറ്റായി, ഫുള്ളായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ചൂടാക്കാത്ത പാലാണ് കേട്ടോ, തണുത്ത പാലാണ് അങ്ങനെ ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തണുത്ത പാല് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ചെയ്തതൊക്കെ ഇപ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ അത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ഒന്ന് വലിഞ്ഞ് വരുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് നമ്മൾ വെക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് മെൽറ്റ് ആവും. ഫുള്ളായിട്ട് മെൽറ്റ് ആയിക്കോളും, അതിന് വലിയ ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അടിയിൽ നല്ലപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചായിട്ടുണ്ട്. അടിയിലുള്ളതൊക്കെ ഇളകി പോന്നു, ചെറുതായിട്ട് പാലിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് മെൽറ്റായി, നല്ല ഒരു എന്താ പറയുക ടോഫിയുടെ ആ ഒരു കളറ് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഫുള്ളായിട്ട് പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം വെക്കണ്ട, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം അല്ലെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി നന്നായിട്ടൊന്ന് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കുഞ്ഞു മുട്ടയൊക്കെ ആണെങ്കിൽ 3 മുട്ട എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുട്ടീസിനാണെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം ടേസ്റ്റ് ഗ്യാരണ്ടി ആണ്, എന്തായാലും ഇഷ്ടമാവും. കാരണം ഈ ടോഫി അതുപോലെ എന്താ പറയുക ഒരു കാരമലിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പാലിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയും പാലും കൂടെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടിത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ട എടുക്കുമ്പോൾ അതും റൂം ടെമ്പറേച്ചറിൽ എടുക്കണം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചെയ്യരുത്. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ടിന്നാണ് കേട്ടോ. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൗൾ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് തന്നെ ഒഴിക്കണം, കാരണം എന്തെങ്കിലുമൊക്കെ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ ചെയ്യാം. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ പാത്രം ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കടായിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു റിങ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഈ പാത്രം ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഒരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് മേലെ വീണ്ടും ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ നിർബന്ധമായിട്ടും അടപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ ആ പാത്രം, നമ്മളെ കേക്ക് ടിന്ന്. ഇനി ഇതൊരു 25 തൊട്ട് 30 മിനിറ്റ് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 30 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറക്കുന്നത്. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തൊട്ട് നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അടിയിലൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റാണ്. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ ഞാനൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് 2 മണിക്കൂർ തണുപ്പിക്കണം കേട്ടോ, അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷമാണ് ഇപ്പം ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കേണ്ട, ചൂടോടെ കഴിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ നെയ്യ് വെച്ചിട്ട് എന്താ പറയുക, കേക്ക് ടിന് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ തണുക്കുന്ന സമയത്ത് കുറച്ചും കൂട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിക്ക് അടിഭാഗം ഒന്ന് ഗ്യാസിന് മേലെ വെച്ച് ചൂടാക്കാം, ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇട്ട് വെച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. സൈഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ, അതുപോലെ തന്നെയാണ് കഴിക്കാനും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കത്തി ഇങ്ങനെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, ഇങ്ങനെ അലിഞ്ഞു പോണ മാതിരി ഉണ്ടാവും. കത്തിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കാണുമ്പോൾ അത്രയും സോഫ്റ്റാണ് ഇത് സംഭവം. എന്തായാലും പെട്ടെന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് എടുക്കാൻ പറ്റും. നമ്മളിതിൽ ചൈന ഗ്രാസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.